വെൽക്കം ടു ജോ മൂവി വേൾഡ്. സിറായി പടം കണ്ടു, ഒരു നല്ല സിനിമ. അതാണ് ഇതിന് സിറായിനെ കുറിച്ച് പറയാനുള്ളത്. ഇതില് വളരെ നല്ല രീതിയിൽ എടുത്ത പെർഫോമൻസ്, നല്ല സ്റ്റോറി, നല്ല ഡയലോഗ്സ്, എഡിറ്റിംഗ് വരാം, മ്യൂസിക്, എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സിനിമ കണ്ട, ഒരു നല്ല സന്തോഷം കിട്ടിയ ഒരു സിനിമയായിരുന്നു സിറായി മൂവി. അത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രീമിയസ് തന്നെ കുറച്ച് ഇൻട്രൂവിങ്, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. കാരണം ഒരു വിചാരണ തടവുകാരനായിട്ടുള്ള ഒരു പ്രതിനെ ഒരു പോലീസ് കോൺസ്റ്റബിള് കോടതിയിലേക്ക് എത്തിക്കാൻ പോകുന്നതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു കാര്യം, എന്ത് ക്രൈമിന്റെ പേരിലാണ് ഇയാള് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത്, അത് വിചാരണ പോലും ഇല്ലാണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, അതിൽ കൂടെ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക്, പിന്നെ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിളും ഈ പറഞ്ഞ ഈ വിചാരണ തടവുകാരും തമ്മിലുള്ള ഈ ഒരു യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ട്, ആ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഈ ക്രൈമിലേക്ക് നയിക്കിയ കാരണങ്ങൾ, ആ കാരണങ്ങൾ വളരെ ഇന്റൻസ് ആണ്, ബോൾഡ് ആണ്, വളരെ റെലവെന്റ് ആണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്. കാരണം ആ രീതിയിലാണ് അതിന്റെ ഒരു പ്രസന്റേഷൻ. എഡിറ്റിംഗ് ആദ്യം തന്നെ പറഞ്ഞല്ലോ, എഡിറ്റിങ്ങിന് ഇതിൽ വളരെ മികച്ച ഒരു റോൾ ഉണ്ട്. കാരണം ഇതിൽ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞത് ഒരിക്കലും ഒരു ആഡ് ഓൺ ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു അനാവശ്യമായി കുത്തിക്കയറ്റി പോലെ ഒരു പ്രതീതിയില്ല. ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വർഗീയതനെ കുറിച്ചിട്ട്, റേസിസത്തിനെ കുറിച്ചിട്ട്, പിന്നെ എന്താ പറയാ കറുപ്പ് വെളുപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ അധികാരികൾ താഴ്ന്ന ആൾക്കാരെ എങ്ങനെ പെരുമാറുന്നു, അവരുടെ ഈഗോ ക്ലാഷ്, പവർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു, കറപ്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അതൊക്കെ ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ടാണ് ഇതിൽ വന്നു പോകുന്നത്. ഇതിൽ കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ റോളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇതിൽ മെയിൻ റോൾ ചെയ്യുന്നത് വിക്രം പ്രഭു ആണ്. ഇതിൽ പിന്നെ ഈ ഒരു തടവുകാരനായിട്ട് വന്നത് പുതിയൊരു ആളാണ്, LK അക്ഷയകുമാർ എന്ന് പറയും. നായിക എന്ന് വന്നേക്കുന്നത് അനീഷ അനിൽകുമാറാണ്, മരണമാസത്തിലേക്കുള്ളത്. പിന്നെ ഇതിലൊരു കുറച്ചുള്ളെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പെർഫോമൻസ് നടത്തിയ ഒരു പോലീസുകാരന്റെ കഥാപാത്രം എന്ന് പറയുന്നത് മൂന്നാർ രമേശ് ചെയ്ത ആളുടെ കഥാപാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. ആള് വന്ന കുറച്ച് സീൻസിൽ ആൾ ഉപയോഗിക്കുന്ന ഡയലോഗ് ഡെലിവറി, ആ ഒരു ഓണസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഇമ്പാക്ട് അതിനുണ്ട്. ഇതിൽ ത്രൂ ഔട്ട് ഇതിൽ ഡയലോഗ്സ് ആണ് അതിലൊരു വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജസ്റ്റിൻ പ്രഭാകരന്റെ സിറ്റുവേഷനോട് യോജിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്, നല്ല എഡിറ്റിംഗ് കട്ട്, പിന്നെ ഈ ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തേക്കുന്നത് സുരേഷ് രാജകുമാരിയാണ്. ആൾക്കും ഒരു നല്ലൊരു മാർക്ക് കൊടുക്കും. കാരണം ഇതുപോലത്തെ ഒരു തീം ആളുകളെ എൻഗേജ് ചെയ്തിട്ട് അധികം ബോറടിപ്പിക്കാണ്ട്, എന്നാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തില് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചലഞ്ചാണ്. അത് നല്ല രീതിയിൽ ഈ ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസ്, മ്യൂസിക്, ഡയലോഗ്സ്, എഡിറ്റിംഗ്, എല്ലാതും നല്ല രീതിയിൽ വന്നിട്ടുള്ള നല്ലൊരു സിനിമയാണിത്. ഇതെനിക്ക് തിയേറ്ററിൽ മിസ്സായിരുന്നു. അതിപ്പോൾ OTT വന്നപ്പോഴാണ് കണ്ടത്. ഇപ്പോൾ C5 അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ കാണണം. കാരണം എന്താ വെച്ചാൽ ഇതില് ഈ ഒരു തീം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഈ വിചാരണ തടവുകാരനായിട്ട് കിടക്കുന്ന ആൾക്കാരെ ആ ഒരു ബേസ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൽ അങ്ങനത്തെ അധികം ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്ലോട്ട് മാത്രം ഞാൻ പറയണത് കേട്ടോ. ഈ ഒരു വിചാരണ തടവുകാരനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന, അവരെന്തിനാ അവിടെ കെടുക്കണ്ടാവും, ചില കേസൊന്നും ആവാതെ ഇങ്ങനെ കെടുക്കണ വർഷങ്ങളോളം. കേസ് തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴാണല്ലോ അതിനൊരു വിധി വരിക. അതുപോലെ ആവാണ്ട് ഇങ്ങനെ കെടുക്കുക എന്നൊക്കെ പറയണത്, അതിപ്പോൾ ആൾ തെറ്റ് ചെയ്താലും ശരി, ചെയ്തിട്ടില്ലെങ്കിലും ശരി, അതല്ലല്ലോ അതിൻ്റെ ഒരു നീതി. അപ്പൊ അങ്ങനത്തെ നീതിപരമായിട്ടുള്ള ജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൽ പറയണത്. അത് അവർ അതിലേക്കും വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കോൺസ്റ്റബിളിന്റെയും ഈ പറഞ്ഞ ആളുടെയും ബോണ്ട് നല്ല രീതിയിൽ എടുത്ത് നമുക്ക് ടച്ചിങ് ആവും. പിന്നെ പ്രധാനമായിട്ട് പറയണത്, ഇതുപോലത്തെ ഒരു കഥ കൊണ്ടുപോകുന്ന ഒരു രീതി കാണുമ്പോൾ ഭയങ്കര ട്രാജിക് എൻഡിങ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് അങ്ങനെ എല്ലാവരും എത്തിച്ചത്, അതിന് നമുക്കൊരു കുളിർമ തരുന്ന, സന്തോഷം തരുന്ന ഒരു ക്ലൈമാക്സ് നൽകി അവർ അവസാനിപ്പിക്കും. അതാണ് എനിക്ക് കൂടുതൽ ഈ പടം ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും ആ ഒരു എൻഡിങ് എനിക്ക് വളരെയധികം ടച്ചിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ വളരെ നല്ലൊരു സിനിമയാണ്, നിങ്ങൾ കണ്ടുനോക്കുക. C5 ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.